I just love the fact that I can do simple shit like this and trigger straight men. I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Okay. So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your rotted brain and your Islamophobia, probably because my name is Riyaz Salim and I said no innocent life should be taken. ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിയാസ് എന്ന് പറയുന്ന ആളെയുണ്ട് ഈ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ പലവട്ടം വിചാരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ പോലും ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ എത്ര വെറുപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംസാരമാണ് സംസാരിച്ചതെന്ന് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഇവനെ കളിയാക്കിയ ആൾക്കാർ മുഴുവനുണ്ടെങ്കിൽ മൊത്തം മലയാളികളാണ്. ഇപ്പോൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് മലയാളത്തിലെങ്കിലും പറയാമല്ലോ. ഇവനെന്തോ സായിപ്പ് പോലുണ്ടെങ്കിൽ മൊത്തം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉണ്ടെങ്കിൽ ആൾക്കാരത് പറയുമ്പോൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ആർഷായിട്ട് പറയും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു വിവരം വേണം. പറയുന്നതുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കാനും ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ആദ്യം ഉണ്ടെങ്കിൽ അവർ പോസ്റ്റ് ഇട്ടിരുന്നു, അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്കൊണ്ട് ഇന്നസെൻസിൻ്റെ ജീവനൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വാർ നിർത്തണമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ. ആൾക്കാരങ്ങനെ മരിക്കാനൊന്നും പാടില്ല തീർച്ചയായിട്ടും. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഒരു യുദ്ധം അങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ല, അവരാണ് തുടങ്ങിയത്. അത് നമ്മൾ തിരിച്ചടി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്തുണ്ടെങ്കിൽ അതേ കണക്കൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ അവനെ എതിർത്ത് സംസാരിക്കുമ്പോൾ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉദ്ദേശമല്ല പറഞ്ഞതെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഉറച്ചിരിക്കണം. അതല്ലാതെ ഇതേ കണക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ പോസ്റ്റ് ഉണ്ടെങ്കിൽ മാറ്റുകയോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഇടുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്ന് എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവും ഇല്ല. അവനെ പോലത്തുള്ള ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേം അല്ലെങ്കിൽ പൈസ കിട്ടാൻ ഇതാ വഴിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട് എന്തെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരിക.